ഇനി മൈക്കിന്റെ കാര്യം വെച്ചാണെങ്കിൽ 6 മൈക്ക് വിത്ത് ENC ആണ് നമ്മുടെ റിയൽമി ബഡ്സ് T310 ഉള്ളത്. അതായത് എയർ സീരീസിലൊക്കെ ഉള്ളതുപോലെ. എന്നാൽ 4HT മൈക്ക് വിത്ത് ക്ലിയർ നോയ്സ് ടെക്നോളജിയാണ് നമ്മുടെ CMF by Nothing ബഡ്സിലുള്ളത്. മൈക്ക് ക്വാളിറ്റി എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒന്ന് കേട്ടൊരു ബാക്കി നമുക്ക് അന്വേഷിച്ച് നോക്കാം. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി ബഡ്സ് T310 നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ട്രാഫിക് ഉള്ളൊരു റോഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേക്ക് ഹോണൊക്കെ അടിച്ചു. എന്തായാലും ഇതിനകത്ത് 6 മൈക്ക് വിത്ത് ENC ആണ് ഉള്ളത്. സോ അതൊക്കെ കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓണും കൂടെയാണ്. സോ അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ച് വർക്കിംഗ് ആണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് വീണ്ടും കമന്റ് ആയിട്ട് ഇടുക. ഇതേപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് CMF by Nothing ബഡ്സിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻറ്റോലെ ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് 4HT മൈക്ക് വിത്ത് ക്ലിയർ വോയിസ് ടെക്നോളജി ആണ് ഉള്ളത്. സോ ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വർത്ത് ബൈങ് ആകും. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വീഡിയോയുടെ കമന്റ് ആയിട്ട്? എങ്ങനെയുണ്ട് ഈ ഒരു രണ്ട് മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ബാക്ക് ടു ബാക്ക് കേട്ടപ്പോഴത്തേക്ക്? എനിക്ക് തോന്നുന്നു T310 ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മൈക്ക് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി എൻ്റെ ഒരു ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവൻ ആക്ച്വലി കോളിങ്ങിന് വേണ്ടി ഈ നമ്മുടെ റിയൽമി ബഡ്സ് T310 ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം മൈക്ക് ക്വാളിറ്റി ബെറ്റർ ആണെന്നാണ് പുള്ളി നമ്മുടെ ആ ഒരു ഫ്രണ്ട് പറയുന്നത്.